CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പീഡാനുഭവ സ്മരണയിൽ ദുഃഖവെള്ളി ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കത്തോലിക്ക ദേവാലയങ്ങളിൽ വൈകിട്ട് കുരിശിന്റെ വഴി, രൂപം ചായ്ക്കൽ, ആരാധന തുടങ്ങിയ കർമ്മങ്ങളും നടന്നു. LDFന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച വഴിതിരിച്ചുവിടാനാണ് ഡീൽ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി. LDF പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും MA ബേബി ഉദ്ഘാടനം ചെയ്തു. LDF മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് നടത്തി. കുന്നംകുളം നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി KR രജിലിന്റെ വെള്ളിയാഴ്ചയിലെ സ്ഥാനാർത്ഥി പര്യടനം കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പെങ്ങാമുക്ക് പീഠികേശ്വര ക്ഷേത്ര ദർശനത്തോടെ ആരംഭിച്ചു. മൂലേപ്പാട്, പെങ്ങാമുക്ക് മേഖലകളിൽ ഗൃഹസമ്പർക്കം നടത്തി. LDF മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ മണ്ഡല പര്യടന പരിപാടി സമാപിച്ചു. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നിയോജകമണ്ഡലത്തിലുടനീളം വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നടന്ന പര്യടനത്തിനാണ് സമാപനമായത്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃശൂർ, മലപ്പുറം ജില്ലാതിർത്തിയിൽ പരിശോധന കർശനമാക്കി. കണക്കിൽപ്പെടാത്ത പണം, ആയുധം, ലഹരി വസ്തുക്കൾ തുടങ്ങിയവ കടത്തുന്നത് കണ്ടെത്തുന്നതിനാണ് പോലീസും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധന നടത്തുന്നത്. ഗുരുവായൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയ വിപ്ലവമുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സത്യം പറഞ്ഞതിന് യേശുക്രിസ്തുവിനെ കുരിശിൽ കയറ്റിയതുപോലെ ഈ മണ്ഡലത്തിലെ സത്യം വിളിച്ചു പറഞ്ഞതിന് തന്നെ കുരിശിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മുന്നണികളെന്നും അദ്ദേഹം ആരോപിച്ചു. ദുഃഖവെള്ളി ദിനത്തിൽ പൊതുപരിപാടികളും വാഹന പര്യടനവും സ്വീകരണങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പര്യടനം നടത്തി. മണ്ഡലത്തിലെ വിവിധ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയായിരുന്നു പ്രചരണം. മണലൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി റോഡ് ഷോയും പര്യടനവും നടന്നു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായുള്ള നിലപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. തീർത്ഥകേന്ദ്രത്തിന്റെ കവാടത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മം വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. പന്നിത്തടം എയ്യാൽ മന്ത്രവാദി റോഡിന് സമീപം കാർ സ്കൂട്ടറിലിടിച്ച് 2 പേർക്ക് സാരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികരും എയ്യാൽ സ്വദേശികളുമായ 52 വയസ്സുള്ള സുനിൽ, 50 വയസ്സുള്ള ശിവദാസൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ആനത്താവളത്തിന്റെ വികസനത്തിന് ഗുരുവായൂർ ദേവസ്വം രൂപരേഖ തയ്യാറാക്കി നൽകിയാൽ സഹായിക്കാൻ തയ്യാറാണെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകനും കമ്പനി ഡയറക്ടറുമായ അനന്ത് അംബാനി അറിയിച്ചു. 3 കോടി രൂപയുടെ ചെക്കും ദേവസ്വത്തിന് കൈമാറി. ഗുരുവായൂർ കോട്ടപ്പടി മേഖലയിൽ ദിവസങ്ങളായി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പേവിഷബാധ ലക്ഷണങ്ങളുള്ള തെരുവുനായയെ പിടികൂടി. നിരീക്ഷണത്തിലാക്കിയിരുന്ന നായ പിന്നീട് ചത്തു. മേഖലയിലെ തെരുവുനായ്ക്കളിൽ വ്യാപകമായി പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിൽ നാട്ടുകാർ ആശങ്കയിൽ. 500 വർഷത്തിലേറെ പഴക്കമുള്ള പോർക്കുളം കൊങ്ങണൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഏപ്രിൽ 5 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായി ഭാഗവത സപ്താഹയജ്ഞം സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂരിന്റെ കഥാകാരൻ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 12ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.